മിക്ക നഗരങ്ങളിലും നമ്മൾ കാണാറുള്ളതാണ് ഈ ഓട്ടോറിക്ഷക്കാര് മീറ്റർ ഇടാതെ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത്. ഈ കൊച്ചി പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിലും നമുക്കത് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അതെ, കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയ ഒരു ഓട്ടോ പിടിച്ച് മുന്നോട്ടെടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ മീറ്റർ ഇടാത്തത്. കുറച്ചു ദൂരം പോയി, മീറ്റർ ഇട്ട് ഓടാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇയാളത് ചോദ്യം ചെയ്തപ്പോൾ ഇയാളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ MVD ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു. അത് ഞാനെന്ത് വേണം എന്ന് ചോദിച്ച് വഴിയിൽ ഇറക്കി വിട്ട് പൈസയും വാങ്ങിയിട്ട് പോയി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ MVD ഉദ്യോഗസ്ഥർ ഈ ഓട്ടോറിക്ഷ കണ്ടെത്തിയപ്പോൾ ഓട്ടോയിൽ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർക്ക് കാക്കി യൂണിഫോം ഇല്ല, യാത്രക്കാരനോട് അപമര്യാദയെ പെരുമാറി, വഴിയിൽ ഇറക്കി വിട്ടു, മീറ്റർ ഇട്ട് ഓട്ടോ ഓടിച്ചില്ല, ഇത്രയും ചാർജുകൾ ചുമത്തി കേസെടുക്കുകയും ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, അതൊരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് അനുഭവം ഉണ്ടായപ്പോഴാണ് അത് ചെയ്തത്. ഇതിനു മുമ്പ് എത്രയോ പേർ ഇതേ കംപ്ലൈന്റുകൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നടപടി എടുക്കാറുണ്ടോ? അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് സർക്കാർ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു മിനിമം റേറ്റ്. ആ മിനിമം റേറ്റ് ഈ ഓട്ടോറിക്ഷയുടെ മീറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് എത്ര കിലോമീറ്റർ ഓടിയാലും ഓട്ടോമാറ്റിക്കലി കിലോമീറ്റർ മറിയുന്നതിനനുസരിച്ച് പൈസയും മീറ്റർ റീഡായി വരും. ഈ പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇന്ന് ആധുനിക കാലഘട്ടമാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഊബറും ഒലയും ഒക്കെ ഇങ്ങനെ വൈറലായി നിൽക്കുന്ന സമയമാണ്. നമ്മൾ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ കൃത്യമായി എത്ര കിലോമീറ്റർ ആണ് പോകേണ്ടത്, എത്ര സമയത്ത് അവിടെ എത്തും, എത്ര സമയത്ത് നമ്മളെ വണ്ടി പിക്ക് ചെയ്യും, എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് അതിനകത്ത് എഴുതി കാണിക്കും. അപ്പോൾ അത് വന്നപ്പോൾ ആ ഒരു സംവിധാനം വന്നിട്ട് കൂടി ഈ പരമ്പരാഗതമായ രീതിയിൽ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ ഈ മീറ്റർ ഓടാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ യൂണിയനുകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും സർക്കാരുമായി സംസാരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പണം തന്നെയാണ് ഈ മീറ്റർ കാണിക്കുന്നത്. ആ മീറ്റർ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഒരു കിലോമീറ്ററിന് ഇത്ര രൂപ, മിനിമം ചാർജ് ഇത്ര രൂപ. അർഹതപ്പെടാത്തത് എന്തിനാണ് ഇവരിങ്ങനെ ചോദിച്ചു മേടിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു വേതനമുണ്ട്. അയാളുടെ വണ്ടിയാണ്, അതിനകത്ത് ഇന്ധനം അടിക്കുന്ന അയാളാണ് അത് ഓടിക്കുന്നത്. പക്ഷെ ഈ പൈസ കൊടുക്കുന്ന ആൾ അർഹതപ്പെട്ട പൈസ കൊടുത്താൽ മതിയല്ലോ, എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാതൃകാപരമായ നടപടിയാണ്. പക്ഷെ അതൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ദുരനുഭവം ഉണ്ടായപ്പോഴാണ് സാറുമാർക്ക് ഇതിനകത്ത് നടപടിയെടുക്കാൻ തോന്നിയത് എന്നുള്ളതാണ് ഇതിൽ വിചിത്രമായ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഊബർ ബുക്ക് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് 180 രൂപയായിരിക്കും വരിക. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, 200 രൂപ ഇട്ട് കൊടുക്കും, ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുക്കുക. ആപ്പ് വഴി നമ്മൾ അയക്കാറില്ല, ഡ്രൈവർക്കാണ് പൈസ കൊടുക്കുക, 200 രൂപ ഇട്ട് കൊടുക്കും. നല്ല ഡ്രൈവർമാരാണെങ്കിൽ അവർ വളരെ കാര്യമായി വണ്ടി ഓടിക്കുന്നുണ്ട്, അപകടം ഉണ്ടാക്കുന്നില്ല, പേടിപ്പിക്കാതാണ് വണ്ടി നമ്മളോട്ടുള്ള സഹകരണം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. സ്റ്റാർ റേറ്റിംഗും കൊടുക്കാറുണ്ട്, 5 സ്റ്റാർ. ചിലർ പറയും സാറേ റേറ്റിംഗ് ചോദിക്കൊന്ന് ഇട്ടേക്കണേ എന്ന് പറയും. ചിലർ കൊണ്ടിറക്കിയിട്ട് കുടവില്ലേ എന്നുള്ള രീതിയിൽ കുമാര വണ്ടിയായിട്ട് പോകും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാറും ഇല്ല. അപ്പൊ എല്ലാ മേഖലയിലും പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. പണ്ട് ഈ ഓട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണ്ടകളെ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. ഓട്ടോ ഓടിക്കാനും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ വരാൻ തുടങ്ങി, വിവരമുള്ള ചെറുപ്പക്കാർ വരാൻ തുടങ്ങി. അവരൊക്കെ നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനുള്ളത്. പക്ഷെ ഇതിന്റെ ആ ഒരു സമൂഹത്തിൽ ഇപ്പൊ ഓട്ടോക്കാരുടെ എത്രയോ നല്ല സൽപ്രവർത്തികൾ. ഇപ്പൊ ഒരു ജംഗ്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിലൊക്കെ ആദ്യം ഓടിയെത്തുന്ന ഈ ഓട്ടോ ടാക്സി തൊഴിലാളികളായിരിക്കും. ഒരു അപകടം ഉണ്ടായാൽ അവരെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന ഇവരായിരിക്കും. പക്ഷെ ഇവരിൽ ചില ആളുകളാണ് ഇത്തരത്തിൽ യാത്രക്കാരോട് അപമര്യാദയെ പെരുമാറുന്നത്. പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയി, അനുപമയുടെ സ്ഥലം കൂടിയാണ് കോഴിക്കോട്. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ ഉണ്ട്. അവിടെ ക്യൂ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ പുറത്തിറങ്ങിയിട്ട് ഊബർ ബുക്ക് ചെയ്യാം. പുറത്തിറങ്ങിയിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ ഊബർ അവിടെ വണ്ടി കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു, കോഴിക്കോട് ഊബർ ഇല്ല. അപ്പൊ ഇന്നലെ ഒരു ഗസ്റ്റ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഇല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഊബർ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു. അതായത് അവിടുത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഇതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെതിരെ സമരം ചെയ്തിട്ട്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, പിന്നെ ഈ കോഴിക്കോട് എന്ന് പറയുന്നത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എന്താ പറയാ, അങ്ങനെ ഊബർ വിളിച്ചു പോകാനുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കുന്നില്ല. എല്ലാ മുക്കിലും മൂലയ്ക്കുമായിട്ട് ഓട്ടോറിക്ഷക്കാരുണ്ട്. അതിപ്പോ അത് എറണാകുളത്ത് ഇല്ലാഞ്ഞിട്ടല്ലോ. എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന വീടിന്റെ 100 മീറ്റർ ഇപ്പുറത്ത് മാറിയാൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. എങ്കിലും ഞാൻ വണ്ടി എടുക്കാതെ എങ്ങോട്ടെങ്കിലും പോകുന്ന ദിവസങ്ങളിൽ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കാര്യം ചിലപ്പോൾ ഈ സ്റ്റാൻഡിൽ ചേട്ടന്മാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ വരിക, എനിക്കറിയില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഇപ്പൊ എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഞാൻ ഈ ഓട്ടോ പിടിച്ച് അവിടെ പോകുമ്പോൾ 150 രൂപ ഞാൻ എവിടെ നിന്ന് കൊടുക്കും. അത് ഊബറിൽ നോക്കുമ്പോൾ എനിക്കറിയാം ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത്. അത് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കമ്മീഷൻ പോകുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഗുണഭോക്താക്കളാകുന്ന ആരാ? ഈ നാട്ടിലെ ടാക്സി തൊഴിലാളികൾ തന്നെയാണ്, അല്ലേ? പണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി
ഈ വെഡിങ് ഫോട്ടോഗ്രാഫിയുടെ പരിപാടി എടുത്തു. ഞാൻ ചൂഷണം ആണ് പറയുന്നത്. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവര് ഈ നാട്ടിലെ കല്യാണങ്ങൾ ആര് കല്യാണം കഴിക്കണം തീരുമാനിക്കുന്ന ടീമാണ്. ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ട് എല്ലാവരും കല്യാണ പ്രായമായാലും അതിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ചടങ്ങാക്കി ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിന്റെ. അപ്പോൾ ഇവര് ഈ കല്യാണങ്ങൾ അവരുടെ വഴി കല്യാണം നടക്കുമ്പോൾ ഇവരറിയും. കാര്യം എന്താ, കല്യാണം ഉറപ്പിക്കും ഈ പ്രൊഫൈൽ ഡിലീറ്റ് ആവുമല്ലോ. ഇവരെ വിളിച്ചിട്ട് ഇതിന്റെ വെഡിങ് ഫോട്ടോഗ്രാഫി വർക്ക് എടുക്കും. വർക്ക് എടുത്തിട്ട് ഈ വർക്കിന് പോകുന്നത് ആരാ? ഈ നാട്ടിലുള്ള സ്റ്റുഡിയോക്കാരാ. ഏതാ നാട്ടിലുള്ള സ്റ്റുഡിയോക്കാർ. അവർക്ക് അത്രയും കല്യാണങ്ങൾ നടത്താനുള്ള ഫോട്ടോഗ്രാഫർമാർ ഇവരുടെ കയ്യിലിരിക്കുന്നില്ലല്ലോ. അപ്പൊ ആ നാട്ടിലുള്ളവരുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി ഇതിനെതിരെ വലിയ സമരം നടന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എടേ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഈ അവർ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടല്ല ഈ പണി അടിപ്പിക്കുന്നത്. നിങ്ങളുടെ നിങ്ങൾക്ക് ജോലി അവർ തരുന്നുണ്ട്. ചില ആളുകൾക്കാണ് നഷ്ടപ്പെടുക. അപ്പൊ പക്ഷെ പിന്നീട് അത് പല കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ സർവീസ് ഒക്കെ മോശമായതുകൊണ്ട് വലിയ രീതിയിലൊന്നും പോയില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ ഊബർ അങ്ങനെയല്ല. ഊബർ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. എത്രയോ ചെറുപ്പക്കാർ ഊബർ കൊണ്ട് ജീവിക്കുന്നുണ്ട്, ഇല്ലേ? അത് കാണാതിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സംവിധാനങ്ങൾ വന്നിട്ടും എറണാകുളം പോലെയുള്ള എയർപോർട്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പിന്നെ MVD ഉദ്യോഗസ്ഥനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇത് ചെയ്തില്ലെങ്കിൽ അവരെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അതായത് നമ്മള് ഇപ്പൊ ഒരു പോലീസ് വണ്ടി ഉണ്ടായാൽ നമുക്ക് ഭയമല്ലേ? എന്തോ ഒരു അവരോട് റെസ്പെക്ട് ഉണ്ട്, ഭയമുണ്ട്. അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ടാക്സി ഡ്രൈവർമാർക്ക് പോലീസിനേക്കാൾ പേടിയുള്ള ആളുകളാണ് MVD. എന്തിനാണ് ഇവർ പേടിക്കുന്നത്? വണ്ടിയുടെ പേപ്പറും ബുക്കും ഒക്കെ ക്ലിയർ ആണെങ്കിലും ഇവരുടെ മുന്നിൽ ചെന്നോട്ടെ എന്തെങ്കിലും ഒരു ഫൈൻ കിട്ടും എന്നൊരു ഉത്തമ ബോധത്തിലാണ് ഇവർ പോകുന്നത്. ആ MVD ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് പോലും വഴിയിലിറക്കി വിട്ടെങ്കിൽ മറ്റേ ഓട്ടോക്കാരൻ്റെ ക്രിമിനൽ ആയിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിപ്പോ നമ്മൾ ഈ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിന് ഒരുപാട് പേരുകളുണ്ട്. അതായത് നല്ല ഭക്ഷണമുള്ള സ്ഥലം, അങ്ങനെ ഭയങ്കര സൽപ്പേരുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പൊ കോഴിക്കോടേക്ക് ആദ്യമായി വന്നിറങ്ങുന്ന ആളുകളൊക്കെ പറയാറുള്ള ബ്ലോഗുകളിലൊക്കെ പറയാറുള്ളത് ഇവിടുത്തെ ഏറ്റവും നല്ല ആളുകൾ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരാണെന്നാണ്. പക്ഷെ ഞാനൊരു കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായപ്പോൾ ഞാൻ ഈ ഒരു 23 വയസ്സ് വരെ 24 വയസ്സ് വരെ എനിക്ക് ഫീൽ ചെയ്തത് കോഴിക്കോടുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ലവരൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്കും ഈ ഒരു മുഖഭാവം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഉണ്ട്, പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലെ സ്റ്റാൻഡിൽ ഒരു 10-200 ഓട്ടോകൾ ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് 2-3 അടുത്തായിട്ട് ഒരു ഹാൾട്ട് ചെയ്യുന്നത്. ചെറിയൊരു ടൗൺ ആണ് എന്നാൽ പോലും. പക്ഷെ ഇത് ഒരുപാട് ആളുകളൊക്കെ നമ്മളെ അറിയാം, നമുക്കും അറിയാം. എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഇവർക്ക് ചില മടികളൊക്കെ ഉണ്ടാവും. അതായത് ഒന്ന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും ഒക്കെ ചെയ്യും. അതിന്റെ പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പോലും അവർക്കൊരു മടി ഉണ്ടാവും. പക്ഷെ നമുക്ക് സ്ഥിരമായി വരുന്ന കുറേ പേരുണ്ട്. അവരെ നമ്മൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ ഊബറിന്റെ വരവോടുകൂടി എറണാകുളത്ത് അതിന്റെ ആവശ്യമില്ലാതായി എന്നുള്ളതാണ്. എറണാകുളത്ത് ഇപ്പൊ എങ്ങനെ റിസ്ക് ഇല്ല. ഊബർ ബുക്ക് ചെയ്യുക, വണ്ടി വരും, കയറി പോവുക, ചോദിക്കുന്ന പൈസ മീൻസ് മാന്യമായിട്ടുള്ള പൈസയാണ്. ഒരു മാർക്കറ്റിൽ നിന്ന് വിളിക്കുന്നതിനേക്കാൾ പൈസയാണ്. ഇപ്പൊ ഞാൻ പണ്ട് ഈ 2007-2010 കാലഘട്ടത്തിലാണ് ഞാൻ കോയമ്പത്തൂർ ഡിഗ്രി പഠിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും മിക്കവാറും പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം KSRTC ബസ് പിടിച്ച് നാട്ടിലേക്ക് വരും. തിരിച്ച് ഞാൻ ഒന്നെങ്കിൽ KSRTCയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെമി സ്ലീപ്പർ വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് തിരിച്ചു പോകുക. അപ്പോൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ വണ്ടി ഇറങ്ങുന്നത്. അവിടുന്ന് കാര്യം നമ്മളവിടെ ചെല്ലുമ്പോൾ 7-8 മണി 9:30 സ്കൂൾ കോളേജ് പോകണം എന്നാണല്ലോ വെപ്പ്. പോത്തില്ല എന്നുള്ളത് പിന്നത്തെ കാര്യം. അപ്പം എനിക്ക് തമിഴ്നാട്ടിലെ ബസ്സുകളൊക്കെ 2-1 എന്നൊക്കെ എഴുതി വരുന്നത് ഇത് എവിടെ ഇറങ്ങും എവിടെ ഇറക്കത്തില്ല. പിന്നെ ഹോസ്റ്റലിൽ രാവിലെ ഈ ഇത്ര യാത്ര ചെയ്ത് വന്ന എൻ്റെ ക്ഷീണം, ബാത്റൂമിൽ പോകണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഗാന്ധിപുരത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചിട്ടാണ് പോവാം. അപ്പം 1-2 വട്ടം ഇത് പോയി കഴിയുമ്പോഴാണ് എന്നോട് ഒരാൾ നാളെ വല്ല നീ ഓട്ടോ പിടിക്കാതെ ഒരു കോൾ ടാക്സി പിടിച്ച് പോയി നോക്കാൻ പറ്റും. ഞാൻ പിറ്റേന്ന് ഒമിനിവാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൾ ടാക്സി ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ അടുത്ത പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ഒരു കോൾ ടാക്സി പിടിച്ചു. അപ്പൊ ഈ ഓട്ടോക്കാരൻ മേടിക്കുന്നതിനെക്കാട്ടി 20 രൂപ കുറവായി കാറിൽ പോകുന്നതിന്. പിന്നെ ആ കാലഘട്ടത്തിലെ കോയമ്പത്തൂരിന്റെ അവസ്ഥയാണ്. പിന്നീട് അവിടെ ഓലയും ഊബറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓലയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഫേമസ് ആയിട്ട് കൊടുക്കുന്നത്. അന്നപ്പോഴത്തേക്ക് ആ ഒരു ചൂഷണം നഷ്ടപ്പെട്ടു. അതായത് ഈ നവഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള കോളേജിലേക്ക് ഹോസ്റ്റലിലേക്ക് അവിടേക്ക് ഒരു ഓട്ടോ പിടിച്ചാൽ ഇവർ മേടിക്കുന്നത് 100 രൂപയാണ്. നമ്മുടെ നാട്ടിലെ 30 രൂപ മിനിമം ചാർജാണ് അവർ അന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് അറിയാം മലയാളി പിള്ളേരാണ്, ഇവർ ചോദ്യം ചെയ്യില്ല, കോളേജ് പിള്ളേരാണ്, ചോദിക്കുന്ന കൊടുത്തിട്ട് പോകും എന്നൊരു കണക്കൂട്ടൽ അവർക്കുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനികളൊന്നും അത്തരത്തിലുള്ള ചൂഷണങ്ങൾ കുറഞ്ഞു. പക്ഷെ MVDയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വെറുതെ ഈ ലോറി കൊണ്ട് പോകുന്നവനെയൊക്കെ ഈ ടിപ്പറുകാരെയൊക്കെ കൈകാണിച്ച് നിർത്തിയ അല്ലെങ്കിൽ തടിലോകക്കാരെ കൈകാണിച്ച് നിർത്തിയ 500-1000-5000 പിഴയാണ്. അതായത് ഓവർ റേറ്റ് ഒക്കെയാണ് കയറി പോകുന്നത്, അതൊക്കെ ശരിയാ. പക്ഷെ എന്നാ പിന്നെ വണ്ടി ഇത്രയും മൂടി കെട്ടി കൊടുക്കുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ടിപ്പർ തൂക്കാൻ പാറ ഉണ്ടോ വണ്ടി തൂക്കാൻ നിന്നാൽ എന്തായാലും ഓവർ വെയിറ്റ് ആയിരിക്കും. നിയമങ്ങൾ പാലിക്കണം, വേണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത് പാലിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ നിങ്ങൾക്ക് നേരെ അനുഭവം വരുമ്പോൾ മാത്രമല്ല സാധാരണക്കാർക്ക് അനുഭവം വരുമ്പോൾ കൂടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും.